ഹോർമൂസിൽ നാവിക ഉപരോധം ശക്തമാകുന്നതിനിടെ ഇറാനുമായുള്ള ചർച്ചകൾ തുടരാനുള്ള സാധ്യത തുറന്നിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അടുത്ത 2 ദിവസത്തിനുള്ളിൽ ഇസ്ലാമാബാദിൽ വെച്ച് തന്നെ ചർച്ചകൾ പുനരാരംഭിച്ചേക്കുമെന്ന സൂചനയാണ് ട്രംപ് നൽകുന്നത്. ഉപരോധം ആരംഭിച്ച് 40 മണിക്കൂർ പിന്നിടുമ്പോൾ ഇറാനുമായി ബന്ധമുള്ള 8 കപ്പലുകൾ US നാവികസേന തിരിച്ചുവിട്ടതായി വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. മേഖലയിൽ അമേരിക്കയ്ക്ക് സമഗ്രാധിപത്യമുണ്ടെന്ന് US സെൻട്രൽ കമാൻഡ് മേധാവി ബ്രാഡ് കൂപ്പർ അവകാശപ്പെട്ടു. പശ്ചിമേഷ്യയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന ഒരാഴ്ച പിന്നിടുമ്പോൾ നാളെയോ മറ്റന്നാളോ ആയി US ഇറാൻ സമാധാന ചർച്ചകൾ പുനരാരംഭിച്ചേക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുന്ന സൂചന. ന്യൂയോർക്ക് പോസ്റ്റുമായുള്ള സംഭാഷണത്തിൽ 2 ദിവസത്തിനുള്ളിൽ ചിലത് സംഭവിക്കുമെന്നും ഫോക്സ് ന്യൂസിൽ യുദ്ധം അന്ത്യത്തോടടുക്കുന്നു എന്നും ട്രംപ് പറഞ്ഞു. ഇതിനിടെ ഇസ്ലാമാബാദിന് പകരം സ്വിറ്റ്സർലൻഡിലെ ജനീവ ചർച്ചകൾക്ക് വേദിയായേക്കുമെന്ന് അസോസ് റിപ്പോർട്ട് ചെയ്യുന്നു. തുടർ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് പറയുമ്പോഴും സമയമോ സ്ഥലമോ സംബന്ധിച്ച് ഇറാന്റെ ഭാഗത്തു നിന്ന് പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതിനിടെ 90കൾക്ക് ശേഷമുള്ള ആദ്യ ഇസ്രായേൽ ലബനൻ ചർച്ചകൾക്ക് അമേരിക്ക വേദിയായി. വാഷിംഗ്ടൺ ഡിസിയിൽ US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ മധ്യസ്ഥതയിൽ നടന്ന ആദ്യഘട്ട ചർച്ചകൾ ഫലപ്രദമായിരുന്നെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. ഇരു രാജ്യങ്ങളുടെയും നയതന്ത്ര പ്രതിനിധികൾ പങ്കെടുത്ത ചർച്ചയിൽ ഹെസ്ബുള്ളയുടെ സമ്പൂർണ്ണ നിരായുധീകരണം ഇസ്രായേൽ പ്രധാന നിബന്ധനയായി മുന്നോട്ടുവെച്ചു. ആക്രമണം ഉടൻ അവസാനിപ്പിക്കണമെന്നും മാനുഷിക പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നും ലബനൻ പ്രതിനിധി മധ്യസ്ഥർ വഴി ആവശ്യപ്പെട്ടു. മാർച്ച് 2-ന് ശേഷം ലബനനിൽ തുടരുന്ന ഇസ്രായേൽ ആക്രമണങ്ങളിൽ മരണസംഖ്യ 2080 കടന്നിരിക്കെയാണ് ചർച്ചകൾ നടന്നത്. ഹോർമൂസ് ആയുധമാക്കിയുള്ള അമേരിക്കയുടെ നാവിക ഉപരോധവും തുടരുകയാണ്. ഉപരോധത്തിന്റെ ആദ്യ 24 മണിക്കൂറിൽ ഒരു കപ്പൽ പോലും ഹോർമൂസ് കടന്നില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. ഇറാനിലേക്കും പുറത്തേക്കുമുള്ള ചരക്ക് ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചുവെന്നും മേഖലയിൽ അമേരിക്കയ്ക്ക് മേധാവിത്വമുണ്ട് എന്നുമാണ് US സെൻട്രൽ കമാൻഡ് മേധാവി ബ്രാഡ് കൂപ്പർ പറയുന്നത്. ഇതിനിടെ ഹോർമൂസ് കടക്കാൻ ശ്രമിച്ച ഇറാൻ ബന്ധമുള്ള 8 ടാങ്കറുകൾ US നാവികസേനയുടെ നിർദ്ദേശപ്രകാരം തിരിച്ചുപോയെന്ന് വാഷിംഗ്ടൺ പോസ്റ്റും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാൻ തുറമുഖങ്ങളിലേക്ക് പോയ കപ്പലുകളാണ് തിരിച്ചുവിട്ടത്. ഇന്നലെ ഹോർമൂസ് കടന്ന ചൈനീസ് കപ്പൽ റിച്ച് സ്റ്റാറി പാതി വഴിയിൽ യാത്ര ഉപേക്ഷിച്ചുവെന്ന് കാണിക്കുന്ന ഷിപ്പിംഗ് ഡാറ്റയും പുറത്തുവന്നു. 2.5 ലക്ഷം ബാരൽ മെഥനോളുമായി പോയ കപ്പൽ ഒമാൻ ഉൾക്കടലിൽ വെച്ചാണ് യു ടേൺ എടുത്തത്. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.